നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല തേൻ വരിക്ക് ചക്ക കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കുമ്പിളപ്പം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്ക നമ്മൾ കുരുവെല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തോണ്ട് വരാം. ചക്കയെല്ലാം നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. 250 ഗ്രാം ശർക്കരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ല മധുരമുള്ള ചക്ക ആയതുകൊണ്ടാണ് കുറച്ച് ശർക്കര എടുത്തത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇപ്പം ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസൺ അല്ലേ, അപ്പോൾ ഇതുപോലെ ചക്കയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ചക്ക കൊണ്ട് പലവിധ പലഹാരങ്ങളും തയ്യാറാക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇച്ചിരി നന്നായിട്ട് പഴുത്ത നല്ല തേൻ വരിക്കായ ചക്കയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഓർത്തുന്നത് ഒരു കുമ്പിളപ്പം ഉണ്ടാക്കാം. അത് നിങ്ങളെ കൂടെ ഒന്ന് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പം ശർക്കരയെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരട്ടെ. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. നമ്മളിതുപോലെ ചക്കയുടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ ചിരകി ഇടുന്നതിലും നല്ല ഇതേപോലെ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്ത് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. ആ നെയ്യിലിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം ചക്കയുടെ തിന്നുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടും. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. ഒരു ബ്രൗൺ ഷെയ്ഡായി വരുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതേ ബൗളിലേക്ക് തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കുക. ചക്കയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിനകത്ത് നെയ്യുണ്ടല്ലോ, ആ നെയ്യിൽ കിടന്ന് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ശർക്കര അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ശർക്കരയിൽ ചെറിയ ചെറിയ തരി അഴുക്കൊക്കെ ഉണ്ടാവും. ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. നമുക്ക് നല്ല കുഴമ്പ് രൂപത്തിലാകണം. അപ്പോൾ ചക്കയും വെന്ത് വരും നന്നായിട്ട്. നമുക്ക് അരിപ്പൊടിയോ റവയോ ഗോതമ്പൊടിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് ചക്കയുടെ ഉണ്ടാക്കാം. നമ്മൾ അരിപ്പൊടി നന്നായിട്ട് വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. തരിയോട് കൂടിയുള്ള അരിപ്പൊടി വേണം നമ്മൾ ചേർക്കാനായിട്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മധുരം ചേർത്ത് തയ്യാറാക്കുന്ന എല്ലാ പലഹാരത്തിനും ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഒരു നുള്ളു ഉപ്പൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന പലഹാരം കഴിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. മധുരമൊക്കെ ബാലൻസ് ചെയ്ത് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ ഇതേപോലെയാണ് ചക്ക കിട്ടുമ്പോൾ, അന്ന് മിക്സിയൊന്നും ഇല്ലല്ലോ, കൈ കൊണ്ട് തിരുമ്മി കുഴച്ച് വാഴയിലെ പരത്തിയൊക്കെ ഉണ്ടാക്കി തരും. അന്നത്തെ ടേസ്റ്റ് ഒന്നും നമ്മൾ ആരും ചെയ്താൽ ഇന്ന് കിട്ടാറില്ല. അപ്പോൾ ചക്കയും ശർക്കരയും കൂടെ നന്നായിട്ട് വെന്ത് അലിഞ്ഞ് നല്ല പരുവായിട്ടുണ്ട്. ഒരല്പം കൂടെ ഒന്ന് വറ്റിക്കോട്ടെ.
അപ്പം നമുക്ക് ഇതിനകത്തേക്ക് അരിപ്പൊടി ഉള്ളവർക്ക് അരിപ്പൊടി ചേർക്കാം, റവ ചേർക്കേണ്ടവർക്ക് റവ, അവരവരുടെ ഇഷ്ടത്തിനുള്ള പൊടി ചേർക്കാം, ഗോതമ്പ് പൊടിയോ എന്ത് വേണേലും നമുക്ക് ചേർക്കാം. നമ്മളിപ്പോൾ നല്ല വറുത്ത അരിപ്പൊടി, തരിയോട് കൂടിയുള്ള വറുത്ത അരിപ്പൊടി ചേർത്താണ് തയ്യാറാക്കുന്നത്. ചക്കയുടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചക്ക കൂടുതലുണ്ടാവണം, ചക്കയുടെ ടേസ്റ്റ് വേണം മുന്നിട്ട് വയ്ക്കാൻ. അതുപോലെ തന്നെ സാധാരണ നമ്മൾ അട ഉണ്ടാക്കുന്ന കണക്ക് ഒത്തിരി ടൈറ്റായിട്ടാകരുത് മാവ് കുഴയ്ക്കുന്നത്. മാവ് ചെറിയൊരു അയവോട് കൂടി വേണം നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കുകയാണ്. ഇതിലേക്ക് വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത്, ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചത് ഇറക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കുഴച്ചെടുക്കാം. അരിപ്പൊടി നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ആ ഏലക്കയും ജീരകവും തേങ്ങാക്കൊത്തും എല്ലാം കൂടി ഇട്ടപ്പോൾ നമ്മൾ പായസം വെക്കുന്നതായിട്ടുള്ള ഒരു വാസന. പായസമൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ നെയ്യൊക്കെ ചൂടാക്കി തേങ്ങാക്കൊത്തൊക്കെ ജീരകം ഇടുമ്പോൾ നല്ല നമ്മുടെ മുറിക്കകത്ത് വരെ നല്ലൊരു വാസനയല്ലേ. അതേപോലെ ആ ചക്കയും എല്ലാം കൂടി ചേർന്നപ്പം നാവിൽ വെള്ളം ഊറുന്ന ഒരു വാസനയാണ്. ഒത്തിരി ടൈറ്റ് ആക്കണ്ട, ഇച്ചിരി കൂടെ ചേർത്താൽ മതി. നല്ല മധുരമുള്ള ചക്കയിൽ കാരണം നമ്മുടെ ഈ അടയ്ക്കും നല്ല മധുരമായിരിക്കും. ചക്കയൊക്കെ തിന്നാത്ത മക്കളുണ്ടാവുമല്ലോ, അപ്പോൾ ഇതേപോലെ ചക്കയൊക്കെ അടയൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാകും. ഈ പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാം. നമുക്കൊന്ന് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളെല്ലാം ഇതിനകത്ത് ചേർത്ത് നെയ്യ്, തേങ്ങാക്കൊത്ത്, ഏലക്ക, ജീരകം, ഒരു നുള്ളു ഉപ്പ് എല്ലാം ചേർത്ത് നമ്മൾ നല്ല പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പാത്രത്തെ പോലും ഒരു തുള്ളി പോലും പിടിച്ചിട്ടില്ല. നമ്മളിങ്ങനെ കുഴയ്ക്കുമ്പോൾ തന്നെ നല്ല പരുവത്തിനായെന്നുള്ള ലക്ഷണമാണത്. അല്ലെങ്കിൽ അതിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. നമ്മൾ വാഴയിലയിലാണ് തയ്യാറാക്കുന്നത്. ഇടിയപ്പത്തിൻ്റെ കൊട്ടക അടുപ്പത്ത് വെച്ച് തട്ട് വയ്ക്കാം. വാഴയില എടുത്തിട്ട് നമ്മളിങ്ങനെ തിരിച്ച് പിടിച്ച് ഇതുപോലെ ഒന്ന് കുമ്പിൾ കുത്തണം. കണ്ടില്ലേ? വഴനയുള്ള ഇലയുള്ളവർക്ക് അതിൽ ചെയ്യാം. നമുക്ക് വഴനയിലയില്ല, അതുകൊണ്ടാണ് നമ്മൾ വാഴയില ചെയ്യുന്നത്. നമ്മൾ പാത്രത്തിനൊരു അല്പം വെള്ളം എടുത്തിട്ട് കൈ ഒന്ന് നനച്ചതിന് ശേഷം കുറേശ്ശെ എടുക്കുക. ചൂടുണ്ട്. ഇതേപോലെ ആക്കിയ ശേഷം ഇലയിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓലപ്പടക്കം ഇല്ലേ, കുഞ്ഞുങ്ങളൊക്കെയാണെങ്കിൽ പറയും ഓലപ്പടക്കമാണ്. കണ്ടില്ലേ? അതേ ഷേപ്പിൽ നമുക്കിത് മടക്കിയെടുക്കാം. അപ്പം നമ്മൾ ഇല വീതി കുറച്ച് വേണം എടുക്കാനായിട്ട്. പണ്ടൊക്കെ ഞങ്ങളുടെ അമ്മയൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ ഞങ്ങൾ ഓലപ്പടക്കം എന്നാണ് പറയുന്നത് ഇതിന്. മുഴുവനും കുമ്പിളൂത്തി എടുത്ത് ഇനി കുട്ടകത്തിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഇത് പുഴുങ്ങിയെടുക്കാം. ഒന്നിച്ച് വെച്ചാൽ ഒരു വശം ചിലപ്പോൾ വേഗം താമസിക്കും. അത് കാരണം കുറേശ്ശെ വെച്ച് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇങ്ങനെ കുത്തിച്ചാരി വെച്ച് കൊടുക്കുക. അപ്പോൾ ആവി എല്ലായിടത്തും ഒരേപോലെ വന്നോളും.
കുത്തിച്ചാര് വെച്ച് വന്നപ്പോൾ ഒറ്റ പ്രാവശ്യമായിട്ട് വെക്കാനേ ഉള്ളൂ. നമുക്ക് അതുപോലെ വെച്ച് കൊടുത്തേക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നിന് പുറത്തൊന്നായിട്ട് വെക്കുമ്പോൾ ഒരു വശം വേകാതെയൊക്കെ ഇരിക്കും. അപ്പോൾ കുത്തിച്ചാര് വെക്കുമ്പോൾ എല്ലായിടത്തും ഒരേപോലെ തന്നെ ആവി ചെല്ലും. കണ്ടല്ലോ, ഇതേപോലെ വെച്ച് കൊടുക്കുക. ഒരെണ്ണം അഴിഞ്ഞു പോന്നു. അപ്പോൾ ഒന്ന് റെഡിയാക്കി വയ്ക്കാം. സാരമില്ല, പെട്ടെന്ന് വെക്കാം. കണ്ടോ, ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഒരു 5-10 മിനിറ്റ് ഒന്ന് നല്ല ആവി വന്ന് ഒന്ന് വെന്ത് വരട്ടെ. ചക്കയൊക്കെ നന്നായിട്ട് നമ്മൾ വേവിച്ചെടുത്താൽ, എന്നാലും മാവൊക്കെ അരിപ്പൊടിയൊക്കെ ചേർത്തതല്ലേ, അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ നമുക്കൊന്ന് തുറന്ന് നോക്കാം. 10 മിനിറ്റോളമായി. എല്ലാ വശവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ആറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫ്ലെയിം ഓഫാക്കുകയാണ്. നമ്മുടെ കുമ്പിളപ്പമൊക്കെ റെഡിയായി. നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് ഒരെണ്ണം ഒന്ന് പൊളിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക കൊണ്ടുള്ള കുമ്പിളപ്പം നമുക്ക് റെഡിയായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോയുമായി കാണാം. താങ്ക്